നമ്മൾ ഇന്ന് പോകുന്നത് കുന്നിൻ മുകളിലെ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. മേൽപ്പഴനി മുരുകൻ ടെമ്പിൾ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ കഴിക്കാനുള്ള ഷീറ്റാക്കി. അങ്ങനെ നമ്മളൊരു നെയ്വിളക്കും അതുപോലെ ഋത്തുവിന് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം പൊട്ടിക്കാനുള്ള തേങ്ങയൊക്കെ ആയിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അമ്പലത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് ഡീപ്പായിട്ട് ഉള്ളിലെ കാര്യങ്ങളൊന്നും വീഡിയോസ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഋത്തുവിൻ്റെ ഹെയർ കളയാൻ വേണ്ടിയിട്ടാണ്. അവൾക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവളുടെ ആദ്യത്തെ ഹെയർ കളയാൻ പോവുകയാണ്. നമ്മൾ മുരുകൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കളയാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ഹെയർ എനിക്ക് പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഭദ്രമാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഋത്ത് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവുകയാണ്. ആളിതാ മുട്ടയടിക്കാൻ ഇങ്ങനെ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പോയ സമയത്ത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം മേലേക്ക് തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഹെയർ റിമൂവ് ചെയ്യുന്ന ആൾ ഋത്തുവിന് ഒരു പാവയൊക്കെ കൊടുത്തിട്ട് അവൾ അടങ്ങി ഇരുത്തിയിട്ടൊക്കെ മുടി ഇതാ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കിയെങ്കിലും ഒരുപാട് സഹകരിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഹെയർ റിമൂവ് ചെയ്ത് പകുതി ആയിട്ടുണ്ട്. നമ്മളിതാ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ മുട്ട കുട്ടിയാവാൻ പോവുകയാണ് നമ്മൾ ഋതു. ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് തല കഴുകിയിട്ട് നമ്മൾ ആദ്യം വാങ്ങിച്ചു വെച്ച തേങ്ങ അവളെ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ അവിടെ ഗണപതിൻ്റെ മുന്നിൽ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഹെയറൊക്കെ കഴുകി തലയിൽ ചന്ദനം ഒക്കെ വെച്ചിട്ട് നമ്മളിതാ നേരെ മേലേക്ക് കയറി പോവുകയാണ് ഒന്നുകൂടെ തൊഴാൻ വേണ്ടിയിട്ട്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. നമ്മൾ പഴനിമല അമ്പലത്തിൽ പോയ ഒരു ഫീലാണ് കേട്ടോ. അവിടെ ഒറിജിനൽ പഴനിമല അല്ലെങ്കിലും നമുക്ക് അവിടെ പോയ ഒരു ഫീലാണ് ആ അമ്പലത്തിൽ പോയപ്പം കിട്ടിയത്. ഋത്തുവിനാണെങ്കിൽ നടക്കണമെന്ന് ഒരേ വശമായിരുന്നു. അങ്ങനെ നമ്മളിതാ കുറച്ച് നേരമൊക്കെ അവളുടെ കൈ പിടിച്ച് സ്റ്റെപ്പൊക്കെ കയറ്റി ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. എടുക്കാൻ ആൾ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ മുകളിലേക്ക് എത്തി. ലാസ്റ്റ് ആയപ്പം നമ്മൾ അവളെ എടുത്ത് നടന്ന് തൊഴുത് നമ്മളിതാ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തിരിച്ചു പോകുന്നത്.